ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം. ഗയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുത്ത RJD MLA-മാർ. പ്രകാശ് വീർ, വിഭാദേവി എന്നീ മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയത്. RJD ഭരണം ബീഹാറിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം ശക്തമാകുന്നതിന് മുൻപേ തന്നെ ഇന്ത്യ സഖ്യത്തിന് ആദ്യ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം കോൺഗ്രസും RJDയും ഇടത് പാർട്ടികളും ചേർന്നുകൊണ്ടുള്ള സഖ്യം ബീഹാറിൽ BJP NDA സർക്കാരിനെതിരെയും കൂടാതെ മോദി സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതേ ക്യാമ്പിൽ നിന്ന് തന്നെ മുതിർന്ന രണ്ട് നേതാക്കൾ, അതും MLA-മാരായിട്ടുള്ള രണ്ട് നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റാലിയിൽ പങ്കെടുക്കുകയും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തുകയും ചെയ്തിട്ടുള്ളത്. അത് RJDയെ സംബന്ധിച്ചും ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ ക്ഷീണമായി. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കുന്നു. നവാഡ മണ്ഡലത്തിലെ MLA വിഭാദേവി, കൂടാതെ രജൌലി മണ്ഡലത്തിലെ പ്രകാശ് വീരൻ. വിഭാദേവിയും പ്രകാശ് വീരനും മുതിർന്ന നേതാക്കളാണ്, RJDയുടെ മുതിർന്ന നേതാക്കളാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത്. അതായത് ബീഹാറിൽ RJDയും കോൺഗ്രസും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ആ ക്യാമ്പിലെ തന്നെ നേതാക്കൾക്ക് വിശ്വാസമില്ലാതെന്നും അവർ പ്രധാനമന്ത്രിക്കൊപ്പവും BJP NDA സഖ്യത്തിനുമൊപ്പം എത്തുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ BJP കൊടുക്കുന്നത്. ഒപ്പം വിഭാദേവിയും പ്രകാശ് വീരനും പാർട്ടി വിട്ടുകൊണ്ട് RJD വിട്ടുകൊണ്ട് BJPയിലേക്ക് എത്തുകയാണെങ്കിൽ അതും ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസ് സഖ്യമുണ്ട് എന്ന് പറയുമ്പോഴും BJP NDA സഖ്യത്തിനൊപ്പം പൊരുതി നിന്നത് RJD മാത്രമാണ്. 60-ൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19-ൽ താഴെ സീറ്റുകൾ മാത്രമായിരുന്നു വിജയിക്കാൻ സാധിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് ശതമാനം ഉയർത്താൻ പോലും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ബീഹാറിനെ സംബന്ധിച്ച് BJP NDA സഖ്യത്തെ എതിർത്തു നിൽക്കുന്നതൊന്ന് RJDയാണ്. അവിടെ നിന്നാണ് പ്രധാനപ്പെട്ട മുതിർന്ന രണ്ട് നേതാക്കൾ, അതും MLA-മാരായിട്ടുള്ള രണ്ട് നേതാക്കൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലെത്തിയിട്ടുള്ളത്. അതേ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ ബീഹാറിൽ RJD ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണം ആ കാലഘട്ടം ബീഹാറിൻ്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്നുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. ലാലു പ്രസാദിൻ്റെ കാലഘട്ടത്തിൽ ക്രിമിനലുകളും സ്വജനപക്ഷപാതവും ഒപ്പം കുറ്റകൃത്യങ്ങളും അരങ്ങേറിയിരുന്ന ബീഹാർ, ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ബീഹാറിലെ ജനത ഒരിക്കലും ആഗ്രഹിക്കില്ലെന്നും വികസനത്തിൻ്റെ പുതിയ വെളിച്ചം ബീഹാറിൽ മുഴുവൻ പരക്കുകയാണ് എന്ന പ്രതികരണമാണ്, എന്ന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയയിലെ പരിപാടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേ പരിപാടിയിലാണ് RJDയുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തത്. സ്വന്തം ക്യാമ്പിലെ നേതാക്കളെ പോലും വിശ്വസിപ്പിച്ച് കൂടെ നിർത്താനോ പ്രചാരണം ആ നേതാക്കളെ കൊണ്ട് ഏറ്റെടുക്കാനോ RJDക്കും കോൺഗ്രസിനും സാധിക്കില്ല എന്ന പ്രതികരണം ഇതിനോടകം തന്നെ BJP നടത്തിയിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും നടക്കാനിരിക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും അതിനു മുൻപേ ദേശീയ രാഷ്ട്രീയം പോലും ബീഹാറിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ബീഹാറിലെ കാഴ്ചകളിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ RJDയുടെ മുതിർന്ന നേതാക്കൾ എത്തിയത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.